Welcome to our channel Way to Win. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിഷ്ണു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ ടോപ്പിക്കാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് DA-യുടെ കാൻഡിഡേറ്റിന് എങ്ങനെയാണ് റിസർവേഷൻ പോകുന്നത്, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ പറയുന്നുണ്ട്. എന്നും ചോദിക്കുന്നതാണ് DA-യുടെ പെർസെൻറ്റേജും അതുപോലെ തന്നെ DA-ക്ക് ഏതൊക്കെ ടേണിലാണ് പോകുന്നത് എന്നൊക്കെയുള്ള പല ചോദ്യങ്ങളും പല ഉദ്യോഗാർത്ഥികളും ചോദിച്ചിട്ടുണ്ട്. അപ്പം DA പൊതുവായിട്ട് ഒഴിവാക്കിയതല്ല, ഇത് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയിരുന്നതാണ്. അപ്പോൾ നമുക്ക് ആ DA-യുടെ ചാൻസുകളും എങ്ങനെയൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് DA-യുടെ ഉദ്യോഗാർത്ഥികൾ മാത്രം കാണേണ്ട ഒരു വീഡിയോ ആണ്, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. മറ്റുള്ള ഉദ്യോഗാർത്ഥികൾ, അതായത് എല്ലാ ഉദ്യോഗാർത്ഥികളും കാണണം. കാരണം DA വരുന്ന പോസ്റ്റിൽ ഉള്ള ഉദ്യോഗാർത്ഥികളെല്ലാം കാണണം. കാരണം എങ്കിലും നിങ്ങൾക്ക് അതിൽ ക്ലിയർ ആവത്തുള്ളൂ. ഓക്കെ, ഞാൻ നേരെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ DA-ക്ക് നേരത്തെ 3% റിസർവേഷൻ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 4%. ഓക്കെ, അപ്പൊ ടേൺ എന്ന് പറയുന്നത് 3% വരുന്നത്. ഒന്നാമത്തെ ടേൺ പോകും, 34ാമത്തെ ടേൺ പോകും, 67ാമത്തെ ടേൺ പോകും. അപ്പൊ ഇങ്ങനെ 3 ടേണാണ് റിസർവേഷനിൽ പോകുന്നത്. 3% ഉള്ളപ്പോൾ, അതായത് 100 വേക്കൻസി വരുമ്പോൾ 3 വേക്കൻസി അവർക്കാണ് പോകുന്നത്. ഇനി അടുത്ത 4% വരുമ്പോൾ 1, 26, 51, 76. അപ്പൊ ഇങ്ങനെ 4 ടേണാണ് 4% റിസർവേഷൻ ഉണ്ടെങ്കിൽ പോകുന്നത്. അപ്പൊ അല്ലെങ്കിൽ അന്നേരം 4% ഉണ്ട്, 100-ൽ 3% ഉണ്ട്. ഇപ്പം വരുന്നതല്ല, 100-ൽ 4% റിസർവേഷൻ ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു പോയിന്റ് നിങ്ങൾ ആദ്യം ചിന്തിക്കുക. ഇനി ഒരു കാര്യം കൂടെ പറയാം. ഇനി ഒരു പുതിയ ഒരു നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ, അത് ഇതുവരെ PSC അങ്ങനെ ഒരു എക്സാം നടത്തിയിട്ടില്ല, പുതിയൊരു വേക്കൻസി ക്രിയേറ്റ് ചെയ്ത് അതിനകത്തുനിന്ന് അപ്പോയിന്റ്മെന്റ് വരികയാണെങ്കിൽ, അതിനകത്ത് DA ഉണ്ടെങ്കിൽ 4% ആണെങ്കിൽ എടുത്തു പറയുന്നത്. അതിന് കുറെ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അങ്ങനെ വരികയാണെങ്കിൽ മാത്രമാണ് ഒന്നാമത്തെ വേക്കൻസി, ഇവിടുത്തെ പോയാൽ ഒന്നാമത്തെ വേക്കൻസി അവർക്ക് പോകുന്നത്. ഓക്കെ, അതുപോലെ തന്നെ 26ാമത്തെ വേക്കൻസി അവർക്ക് പോകുന്നത്, പിന്നെ 51ാമത്തെ വേക്കൻസി അവർക്ക് പോകുന്നത്, അതിനുശേഷം 76ാമത്തെ വേക്കൻസി അവർക്ക് പോകുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. പുതിയ ഒരു വേക്കൻസി ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നോട്ടിഫിക്കേഷൻ വന്ന് റാങ്ക് ലിസ്റ്റ് വന്ന് അതിനകത്തുനിന്ന് അഡ്വൈസ് നടക്കുമ്പോഴാണ് ഒന്നാമത്തെ ടേൺ, 26ാമത്തെ ടേൺ, 51ാമത്തെ ടേൺ, 76ാമത്തെ ടേൺ, ഇങ്ങനെ 4 വേക്കൻസി അവർക്ക് പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ ടേൺ എന്ന് പറയുമ്പോൾ കുറച്ച് പലർക്കും പ്രശ്നമുണ്ട്. ഇത് വേക്കൻസി ആണോ? ഒന്നാമത്തെ വേക്കൻസി വരുമ്പോൾ അത് സീരിയൽ നമ്പർ 1 എന്ന് പറഞ്ഞാണ് പോകുന്നത്. ഇനി സീരിയൽ നമ്പർ 26, വേക്കൻസി 26 വരുമ്പോഴാണോ സീരിയൽ നമ്പർ 26 എന്ന് വരുന്നത്? പുതിയൊരു പോസ്റ്റ് ആണെങ്കിൽ അങ്ങനെ സംഭവിക്കാം. കാരണം NGD ഒന്നും ഇല്ലാത്തത് കൊണ്ട് 26ാമത്തെ വേക്കൻസി DA-ക്ക് തന്നെ പോകും, 51ാമത്തെ വേക്കൻസി അവർക്ക് തന്നെ പോകും, 76ാമത്തെ വേക്കൻസി അവർക്ക് തന്നെ പോകും. കാരണം സീരിയൽ നമ്പർ വേക്കൻസി സെയിം നമ്പർ തന്നെയാണ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കും. ഇപ്പം കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒന്നാമത്തെ സീരിയൽ നമ്പർ, ഒന്നാമത്തെ വേക്കൻസി അത് DA-ക്ക് പോകും. സീരിയൽ നമ്പർ 26 വേക്കൻസി അല്ല, സീരിയൽ നമ്പർ 26 പുതിയൊരു പോസ്റ്റിലേക്ക് അപ്പോയിന്റ് നടക്കുകയാണെങ്കിൽ 26ാമത്തെ സീരിയൽ നമ്പറും 26ാമത്തെ വേക്കൻസിയും അവർക്ക് പോകും, DA-ക്ക് പോകും. 51ാമത്തെ സീരിയൽ നമ്പറും 51ാമത്തെ വേക്കൻസിയും DA-ക്ക് പോകും. അതുപോലെ തന്നെ 76ാമത്തെ വേക്കൻസിയും 76ാമത്തെ സീരിയൽ നമ്പറും DA-ക്ക് പോകും. അതായത് സീരിയൽ നമ്പർ എന്താണെന്ന് മനസ്സിലായല്ലോ, പുതിയൊരു വേക്കൻസി ആകുമ്പോൾ മാത്രം. ഓക്കെ, അപ്പോഴേ സീരിയൽ നമ്പർ ഉണ്ട്, വേക്കൻസി ഉണ്ട്. അപ്പൊ ഇത് രണ്ടും സെയിം ആകുന്നത് പുതിയ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോഴായിരിക്കും. ഇനി ഈ 100 വേക്കൻസി വന്നെന്ന് കരുതുക, അപ്പൊ അത് പുതിയൊരു നോട്ടിഫിക്കേഷൻ വിളിച്ച് പുതിയ റാങ്ക് ലിസ്റ്റിന് അപ്പോയിന്റ്മെന്റ് നടക്കുമ്പോൾ 100 വേക്കൻസി വരുമ്പോൾ അവർക്ക് 4 പോയി, 4 സീറ്റ് നമ്പർ പോയി. ഇനി അടുത്ത ഒരു വേക്കൻസി വരുമ്പോൾ, അടുത്ത കുറച്ച് വേക്കൻസി വരുമ്പോൾ പിന്നെ ഒരു 10 വേക്കൻസി വന്നു. 10 വേക്കൻസി വരുമ്പോൾ ഇപ്പൊ ഇതിനകത്ത് 100 വേക്കൻസി ആയപ്പോൾ സീരിയൽ നമ്പർ 100ലാണ് സ്റ്റോപ്പ് ചെയ്തേക്കുന്നത്. അപ്പോൾ പുതിയ ഒരു വേക്കൻസി വരുമ്പോൾ അത് ഒന്നാമത്തത് NGD ആണെന്ന് വെച്ചു. അപ്പം ഇവിടെ സീരിയൽ നമ്പർ എത്ര? സീരിയൽ നമ്പർ NGD-ക്ക് സീരിയൽ നമ്പർ ഇല്ല, അതുപോലെ തന്നെ അതിനകത്ത് MR നമ്പർ ഒന്നുമില്ല NGD-ക്ക്. അപ്പൊ അത് പോയി. ഇവിടെ നമ്മൾ 100 അവിടെ ആൾറെഡി എഴുതി. പിന്നെ അവിടെ വരുന്നത് 101 ആണ്. ആ 101ാമത്തെ സീരിയൽ നമ്പർ DA-ക്ക് പോകും. അതുപോലെ തന്നെ 126ാമത്തെ സീരിയൽ നമ്പർ DA-ക്ക് പോകും. അതുപോലെ തന്നെ 51ാമത്തെ സീരിയൽ നമ്പർ DA-ക്ക് പോകും. അതുപോലെ തന്നെ 76ാമത്തെ സീരിയൽ നമ്പർ DA. അങ്ങനെയാണ് വരുന്നത്. അല്ലാതെ നമ്മൾ MR നമ്പറോ ഒന്നും നോക്കിയല്ല അത് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഒരു എക്സാമ്പിൾ പറയുന്നത് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ ഒരു അപ്പോയിന്റ്മെന്റ് ചാർട്ടാണ് പറയുന്നത്. ഡേറ്റ് വന്നിട്ട് ഇപ്പൊ 28/2/2025 വന്ന അഡ്വൈസ് ചാർട്ടാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് KSF കാറ്റഗറി നമ്പർ 026/2022. അപ്പൊ അതിന്റെ ലാസ്റ്റിലൊക്കെയാണ് നോക്കുക. 134ാമത്തെ വേക്കൻസി 4599 ആണ്. അപ്പൊ അതിന് നോക്കുമ്പോൾ 4598, ഇവിടെ 4599. ഓക്കെ, അപ്പൊ 4599. അടുത്തൊരു ഫ്രഷ് വേക്കൻസി വരുമ്പോൾ അടുത്ത ടേൺ വരുന്നത് 4600 ആയിരിക്കും. 4600. അപ്പൊ MR നമ്പർ 8 BC-ക്ക് ഡാറ്റൻ കത്തിൽ കാങ്കുലേറ്റിൽ അടുത്ത ഒരു ഫ്രഷ് വേക്കൻസി. അപ്പം സീരിയൽ നമ്പർ ഇവിടെ 4600 വന്നു, ഡാറ്റൻ കത്തിൽ കാങ്കുലേറ്റിൽ പോയി. അടുത്ത 4601. ഈ 4601 ആണ് DA-ക്ക് പോകുന്നത്. ഓക്കെ, 4601. അപ്പൊ അവിടെ വേക്കൻസി എത്രയായി? വേക്കൻസി അവിടെ രണ്ട് വേക്കൻസി വരുമ്പോഴത്തേന് അവിടെ DA-ക്ക് ഒരു വേക്കൻസി. അതുകൂടെ ഞാൻ എക്സാമ്പിൾ പറയാം. അടുത്ത ഒരു DA വരുന്നത്, പിന്നെ അടുത്ത ഒരു ഫ്രഷ് വേക്കൻസി വരുന്നത് 3-4 ഈ സെയിം പോസ്റ്റ് തന്നെ 3-4-2025 അഡ്വൈസ് ആക്കാം. അതിനകത്ത് നോക്കി, അതിനകത്ത് ഫ്രഷ് 6 എണ്ണം ഉണ്ട്, NGD 20 എണ്ണം ഉണ്ട്. അപ്പൊ NGD ആദ്യം എഴുതി കഴിഞ്ഞു. അതിനുശേഷം ഫ്രഷ് വേക്കൻസി വരുന്നത് അടുത്ത ഒരു സീരിയൽ നമ്പർ വരുന്നത് 4600 ആണ്. അതൊന്നും ഉണ്ടാവും. 4600 ആംഗുലിൽ പോയി
പിന്നെ 4601 അതിലാണ് അടുത്ത DA കാൻഡിഡേറ്റ് പോയിരിക്കുന്നത്. ഇത് 3% റിസർവേഷനാണ്. അപ്പൊ 4634 വരുമ്പോഴായിരിക്കും അടുത്ത DA കയറി പോകുന്നത്. 100 വേക്കൻസി ഉണ്ടെങ്കിൽ അത് ഒന്നാമത്തെ വേക്കൻസി എപ്പോഴും DA വരണം എന്ന് ഉറപ്പില്ല. ഓക്കെ, അപ്പൊ 100 നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള സീരിയൽ നമ്പറുകൾ നോക്കി ആ സീരിയൽ നമ്പർ എവിടെയാണ് എന്ത് ചെയ്തിരിക്കുന്നത് അതിന്റെ കണ്ടിന്യൂഷൻ ആണ് വരുന്നത്. അല്ലാതെ നിങ്ങൾ MR നമ്പർ വേക്കൻസി നോക്കി അല്ല നമ്മൾ DA ആണ് കണക്കാക്കുന്നത്. അപ്പൊ ഇതാണ് DA ഒരു പെർസെന്റേജ് വരുന്നത്. ഇനിയിപ്പം DA നമ്മൾ നോക്കും പെൻഡിങ് ടേൺസ് DA മെയിൻ ലിസ്റ്റിൽ ആൾക്കാർ മെയിൻ ലിസ്റ്റ് ആയിരിക്കും പോകുന്നത്. സപ്ലിമെന്റ് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ സപ്ലിമെന്റ് ലിസ്റ്റിൽ പോകും. മെയിൻ ലിസ്റ്റ് ഉണ്ടെങ്കിൽ സപ്ലിമെന്റ് ലിസ്റ്റ് കാണത്തില്ലല്ലോ. അപ്പൊ മെയിൻ ലിസ്റ്റ് ഉണ്ടെങ്കിൽ മെയിൻ ലിസ്റ്റ് അവർ കയറി പോകും. സപ്ലിമെന്റ് ലിസ്റ്റ് കാസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ സപ്ലിമെന്റ് ലിസ്റ്റ് ഉണ്ടെങ്കിൽ ആ റിസർവേഷൻ അവർ കയറി പോകാം. അതുപോലെ തന്നെ DA സ്പെഷ്യൽ ലിസ്റ്റ് ഉണ്ട്, അതിനകത്ത് അവർ കയറി പോകാം. ഏതാണോ ആദ്യം വരുന്നത് അതിനകത്തായിരിക്കും അവർ കയറി പോകുന്നത്. ഓക്കെ, DA മെയിൻ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ അവർ ചിലപ്പോൾ DA സപ്ലിമെന്റ് ലിസ്റ്റിൽ കാണും. റിസർവേഷൻ അല്ല, DA സപ്ലിമെന്റ് ലിസ്റ്റിൽ കാണും. അപ്പൊ ഏതാണോ ആദ്യം വരുന്നത് അവരതിനകത്തായിരിക്കും കയറി പോകും. സപ്ലിമെന്റ് ലിസ്റ്റിലും DA കാരുണ്ട്. അതുപോലെ തന്നെ DA സപ്ലിമെന്റ് ലിസ്റ്റിലും DA കാരുണ്ടെങ്കിൽ ഏതാണോ ടേൺ വരുന്നത് ആദ്യം വരുന്നത് അതിനകത്തായിരിക്കും അവർ കയറി പോകും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുണ്ട്. DA പെൻഡിങ് ടേൺസ് എന്ന് പറഞ്ഞാൽ മെയിൻ ലിസ്റ്റിലും സപ്ലിമെന്റ് ലിസ്റ്റിലും DA ലിസ്റ്റിലും എല്ലാ ലിസ്റ്റിലും DA ആൾക്കാരില്ല എങ്കിൽ അത് തൊട്ടടുത്ത റാങ്ക് ലിസ്റ്റിലോട്ട് പോകും. അങ്ങനെയാണ് DA പെൻഡിങ് ടേൺസ് വരുന്നത്. അപ്പൊ അതായിരിക്കും ആദ്യം പോകുന്നത്. അപ്പൊ നമ്മൾ LP UT എന്നൊക്കെ പറയുന്ന ലിസ്റ്റിൽ അങ്ങനെയാണ് DA ടേൺ ആദ്യമേ കയറി പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം LGS തിരുവനന്തപുരം ജില്ലയിൽ 10-13 DA പെൻഡിങ് ടേൺസ് ഉണ്ട്. അപ്പൊ അടുത്ത റാങ്ക് ലിസ്റ്റ് പുതിയ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ അത് പോയതിനു ശേഷം മാത്രമേ അടുത്ത വേക്കൻസിക്ക് ആയിരിക്കും അടുത്ത ടൈമിലോട്ട് കയറി പോകുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ DA കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരും DA മാത്രമല്ല അല്ലാത്ത ഉദ്യോഗാർത്ഥികൾ വീഡിയോ കാണണമെന്ന് പറഞ്ഞത്. അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ഉടനെ തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി. നമസ്കാരം.